കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നതാണ്. സ്കൂളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നോമ്പാണ്, രാവിലെ കുറേ സമയം കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഈ മുളകൊക്കെ ഒന്ന് പൊട്ടിക്കുന്ന വീഡിയോ എടുക്കണമെന്ന്. പല വെറൈറ്റി ആയിട്ടുള്ളൊരു 7-8 തരം മുളകുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരണം നിങ്ങൾക്കെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് മോൾക്കും സ്കൂളും ട്യൂഷനൊന്നുമില്ല, അപ്പോൾ അവളെയും പിടിച്ച് ഞാനിതാ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ മത്തൻ മുളകാണ് കേട്ടോ. മത്തൻ്റെ ഷേപ്പിലുള്ള മുളക്, ഇത് മത്തൻ മുളക് എന്ന് പറയുന്നത്. വല്ലാണ്ട് എരിവൊന്നുമില്ല, നമുക്ക് കറിയിലൊക്കെ ഇട്ട് കഴിച്ചാലും വല്ല എരിവൊന്നുമില്ല, നമുക്കിങ്ങനെ ഒരു മീഡിയം അങ്ങനെയുള്ളൂ കേട്ടോ. ഈ മുളകിൻ്റെ തൈൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇഞ്ചി നട്ടിട്ടുള്ളത്. ഇഞ്ചി ആവശ്യത്തിനൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണ് എടുക്കൽ. ഒരു 6-7 കവറിലായിട്ട് ഇഞ്ചി ഉണ്ട്, ഇത് കാണുന്നുണ്ടായിരിക്കും ഇഞ്ചി. അപ്പോൾ ഇതാ മത്തമുളകൊക്കെ നമ്മൾ പൊട്ടിച്ച് ശരിയാക്കി. ഇവിടെ നമ്മൾ മധുരപ്പയറും മീറ്റർ പയറിൻ്റെയും പന്തലാണ് കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തത് ബജി മുളകാണ് പൊട്ടിക്കുന്നത്. ഇന്ന് നോമ്പ് തുറക്ക് നമുക്ക് മുളക് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബജിമുളകിൻ്റെ ഒരു 6-7 തൈ ഉണ്ട്. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പറിച്ച് അവരുടെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഷേപ്പൊക്കെ ചെറുതായി വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇതും ബജിമുളകിൻ്റെ ആണ്. ഇനി അടുത്തത് വെള്ളക്കാന്താരി. ഞങ്ങളിവിടെ മുല്ലമുട്ട് എന്നാണ് പറയുന്നത് ഈ മുളകിനെ. നല്ല ഭംഗിയാണിത്, നിറയെ ഉണ്ടാവും. ഒരൊറ്റ തൈ മതി, ആ തൈയിൽ നിറയെ ഉണ്ടാവും. അപ്പോൾ ഇത് പൊട്ടിക്കാതായിട്ട് മുഴുവൻ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വിത്തൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറേ വെച്ചിട്ടുണ്ടായിരുന്നു, ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ തൈ വെറുതെ അവിടെ ഇങ്ങനെ മുളക്കൂട്ടോ, അവിടെ വീണിട്ട് പഴുത്ത് വീണിടത്ത് കിടന്നിട്ട് തൈ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ടല്ലോ, അത്യാവശ്യം നമുക്ക് ഈ മുല്ലമുട്ട് ഒരൊറ്റ തൈ നട്ടു ഇത്രത്തോളം മുളക് നമുക്ക് ഈ വെള്ള മുളക് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാന്താരി മുളക് കേട്ടോ പൊട്ടിക്കുന്നത്, പച്ചക്കാന്താരി. 2 തരം കാന്താരി ഉണ്ട്, വെള്ളക്കാന്താരിയും പച്ചക്കാന്താരിയും. ഇത് പച്ചയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൊട്ടിക്കുന്നത് നമ്മളെ മുന്തിരി മുളകാണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ തന്നെ എരിവാണ്, അത്യാവശ്യത്തിൽ കൂടുതൽ എരിവുള്ള ഒരു മുളകാണ് കേട്ടോ. ഒരൊറ്റ മുളക് ഇട്ടാൽ മതി, നല്ല എരിവുണ്ടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മത്തമുളകിൻ്റെ 3-4 തൈകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഈ വളം കൊടുത്തിട്ടാന്ന് തോന്നുന്നു. വളം എന്ന് പറഞ്ഞാൽ നമ്മളെ പച്ചക്കറി വേസ്റ്റും അങ്ങനെയൊക്കെയാണ് ഇട്ട് കൊടുക്കലിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയലറ്റ് മുളക്, ഈ മുളക് തൈ കേട് വരാനായിട്ടുണ്ട് തോന്നുന്നു. ഇലക്കെ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു തൈ ഉള്ളതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാനുള്ള സമയമായി. പിന്നെ മുന്തിരിമുളക് ഞാൻ കാണിച്ചല്ലോ, ഇതും 2-3 തൈകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് വിത്ത് ആയതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇത്രയും മുളകുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനിയൊരു ചിമിക്കിക്കമ്മൽ മുളകുണ്ട്, അതിങ്ങനെ തൈ ആയി വരുന്നതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൃഷി ഇടം, എൻ്റെ ഈ കൊച്ചു സ്ഥലത്തുള്ള എൻ്റെ റെഡ് ലേഡിയാണ് പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റാർ ഫ്രൂട്ട് പൂവിട്ടിട്ടുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല, ആര്യവേപ്പിൻ്റെ മരങ്ങൾ, അങ്ങനെ ഈ കുഞ്ഞു സ്ഥലത്ത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഈ വെക്കേഷൻ ഇങ്ങനെയൊക്കെയാണ് അടിച്ചു പൊളിക്കാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കണ്ടല്ലോ സ്റ്റാർ ഫ്രൂട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർ ഫ്രൂട്ട് പൂവിട്ടത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മൊത്തത്തിൽ മുളക് പറിച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വിത്ത് വേണമെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകളും എത്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ കയ്യിൽ ഇതിനൊക്കെ വിത്ത് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാനിങ്ങനെ ഓരോ തരം തിരിച്ച് കാണിച്ചു തരട്ടോ. എത്ര വെറൈറ്റികളുണ്ടെന്ന്. അത്യാവശ്യം 8-7 വെറൈറ്റികളുണ്ട്. ഒന്ന് ഇത് മത്തമുളക്, മറ്റൊന്ന് മുന്തിരി മുളക്. മത്തമുളക് കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ നമ്മളെ ബജിമുളക്. പിന്നെ ഞാൻ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയി. അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ നമ്മളെ വയലറ്റ് മുളക്, മുല്ലമൊട്ട് മുളക്, പച്ചക്കാന്താരി. കണ്ടില്ലേ, അത്യാവശ്യമുണ്ട്. അപ്പം നമ്മൾ തറവാട്ടിലൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. ഇങ്ങനത്തെ കുറേ വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, പോയി കാണാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.